സ്കൂളിൽ പാട്ട് പാടുന്നുണ്ട്. എന്ത് പാട്ട്? ഞാൻ പാടട്ടെ. ദളമള ചന്തി കിളിയുടെ കണക്കുണ പോലെ പിളിങ്ങി ചിളിങ്ങി പിളിങ്ങി പെണ്ണെ പിണ്ണാക്കു തിന്നോ പിണ്ണാക്കു തിന്നോ പിണ്ണാക്കു തിന്നോ പിണ്ണാക്കു തിന്നോ. ഈ പാട്ട് ഇങ്ങനെയല്ലേ? ഇങ്ങനെ തന്നെയാണപ്പേ. ഒന്നുകൂടി പാടിയേ. ദളമള ചന്തി കിളിയുടെ കണക്കുണ പോലെ തളമള ചന്തി കിളിയുടെ കണക്കുണ പോലെ പിളിങ്ങി ചിളിങ്ങി പിളിങ്ങി പെണ്ണെ പിണ്ണാക്കു തിന്നോ പിണ്ണാക്കു തിന്നോ. ഒരു മിനിറ്റ്. ദളമള ചന്തി ഇങ്ങനെയാണോ? അതന്നെ, കിളിയുടെ കണക്കുണ പോലെ. ദളമള ചന്തി കിളിയുടെ കണകുണ പോലെ. ആദ്യത്തെ ഒരു കറക്റ്റാണ്. രണ്ടാമത്തെ ഒരു പിളിങ്ങി ചിളിങ്ങി പിളിങ്ങി പെണ്ണെ പിളിങ്ങി ഇളിഞ്ഞി പിളിഞ്ഞി പെണ്ണെ പിണ്ണാക്കു തിന്നോ പിണ്ണാക്കു തിന്നോ. ആ കറക്റ്റാണ്. പക്ഷെ രീതിയിൽ പാടണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. തളമള ചന്തി കിളിയുടെ കണക്കുണ പോലെ തളമള ചന്തി കിളിയുടെ കണക്കുണ പോലെ പിളിങ്ങി ചിളിങ്ങി പിളിങ്ങി പെണ്ണെ പിണ്ണാക്കു തിന്നോ പിണ്ണാക്കു തിന്നോ പിണ്ണാക്കു തിന്നോ പിണ്ണാക്കു തിന്നോ. ഇനി എപ്പ പാട്? തളമള ചന്തി കിളിയുടെ കണക്കുണ പോലെ പിളിഞ്ഞി ചെളിഞ്ഞി ചളിഞ്ഞി പെണ്ണെ പിണ്ണാക്ക് തിന്നോ പിണ്ണാക്ക് തിന്നോ. ദളമള ഇങ്ങനെയല്ല. എന്നാലും അപ്പേ പാട്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പേ ഇന്നലെ ടെസ്റ്റ് എടുത്തു. നങ്കിയുടെ സ്പെല്ലിംഗ് മാത്രം തെറ്റിപ്പോയി. നങ്കിയ? ആ നങ്കി കൊരങ്ങൻ. അത് മങ്കി, നങ്കിയല്ല. ഒരു ചെറിയ വ്യത്യാസല്ലേ ഉള്ളപ്പേ. ആ ടീച്ചർക്ക് അത് ക്ഷമിച്ചൂടെ? ഞാൻ ഒരു ചെറിയ കുട്ടിയല്ലേ. അങ്ങനെ ക്ഷമിക്കാൻ പോയാലേ നീ എഴുന്നതൊക്കെ ശരിയിട്ടേണ്ടി വരും. അപ്പേ കൂ വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ. കൂ വെച്ചിട്ട് കുമ്പളങ്ങ. ഇനി കൂ വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ. കൂ ആ കൂട്ടാൻ വെച്ചപ്പോ. ഇനി കൂ വെച്ചിട്ട് വേറൊരു വാക്ക് കൂടി പറഞ്ഞേ. വീണ്ടും കൂ. ആ കുമ്പളങ്ങ കറി. ടീച്ചർ വീണ്ടും പൂജയിട്ട് തരാവോ? ആ അപ്പേ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ ഞാൻ 2 സ്വപ്നം കണ്ടപ്പേ. ഒരെണ്ണത്തില് അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ പേപ്പർ വായിക്കണ്. സ്വർഗത്തില്? അടിപൊളി. ഞാൻ ചിരിച്ച് മണ്ണ് തപ്പി ഇരിപ്പ് കാണണം. എന്നിട്ട് എനിക്കപ്പ തന്നെ മനസ്സിലായി ഇത് സ്വപ്നാണത്. സ്വർഗത്തിലൊന്നും അപ്പ എന്തായാലും പോവില്ല. എന്തടി എനിക്ക് സ്വർഗത്തിൽ പോയാല്? അതെ, ഇത് സിൽവർ തിയേറ്റർ അല്ല. ടിക്കറ്റ് എടുത്ത് കയറിപ്പോവാൻ. അതിന് കുറെ കാര്യങ്ങളുണ്ട് പോനെ. എന്നാലേ അവിടെ എത്തു. അപ്പേ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ആ ചോദിക്ക്. സംശയങ്ങൾ എനിക്ക് പണ്ടൊരു വീക്ക്നെസ്സാ. നിനക്കൊരു കാര്യം അറിയോ? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് ഭയങ്കര സംശയങ്ങളായിരിക്കും. ഞാൻ എന്നും ടീച്ചറോട് സംശയം ചോദിക്കും. അപ്പൊ അമ്മണി ടീച്ചർ ക്ലാസ്സിലെല്ലാവരോടും പറയും, കുഞ്ഞുമോൻ ഈസ് എ ബ്രില്യന്റ് ബോയ്, ബ്രില്യന്റ് ബോയ്, ബ്രില്യന്റ് ബോയ്. അങ്ങനെ ഒരു 100 വട്ടം എന്നും ആവർത്തിക്കും. അതൊരു കാലം. നീ ചോദിക്ക്. കുന്തം പോയാൽ കുടത്തിൽ തപ്പണം എന്ന് കേട്ടത്തില്ലേ? കുടത്തിൽ തപ്പാൻ പറയുന്ന കുന്തത്തിന് എന്തോരം വലിപ്പുണ്ട്? അത് വെറുതെ ആലോചിച്ചിട്ട് കാര്യമില്ല, ഉത്തരം പറ. അതായത് എന്റെ ഊഹം വെച്ച് ഈ കുടത്തിൽ തപ്പാൻ കുന്തം ഇത്ര ഉണ്ടാവാൻ വഴിയുള്ളൂ. അതുകൊണ്ടാണല്ല കുന്തം പോയാലും കുടത്തിൽ തപ്പണം എന്ന് പറയണത്. വലിയ കുന്തോണെങ്കിൽ കുന്തം പോയ കുടത്തിൽ തപ്പണം എന്ന് പറയാൻ അവർക്ക് എന്താ പ്രാന്തണ്ടാ? എന്നാ പിന്നെ ചെറിയ കുന്തം പോയ കുടത്തിൽ തപ്പണത്താക്കൂടെ? ശരിയല്ല ഇവളുടെ ഒരു ബുദ്ധിയെ. ശരിയാണ്, ചെറിയ കുന്തം പോയ കുടത്തിൽ തപ്പണം ആക്കണം. പക്ഷെ ആരോട് ചോദിക്കാൻ? അവരാരും ജീവിച്ചിരിപ്പില്ല. പഴമക്കാർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിട്ട് നമുക്കിനെ കാണാം. അപ്പയുടെ ഒരു ബുദ്ധിയെ. ഈ ബുദ്ധി എനിക്കുണ്ടായെങ്കിൽ അടിപൊളിയായിരുന്നു. ശരിയാ, എന്റെ ബുദ്ധി ആർക്കും കിട്ടിയില്ല. ഭാഗ്യം കിട്ടാണ്ടിരുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ഞങ്ങൾ തല്ലിക്കൊന്നാണ്. അപ്പേ ഇതിലേതെങ്കിലും ഒരു വെള്ളപ്പ് തൊട്ടേ. എന്റെ മാതാവേ രക്ഷപ്പെട്ടു. എന്ത്? ഇന്ന് അപ്പഴകൾക്ക്
ചിക്കൻ ബിരിയാണി മേടിച്ചു തരും. അപ്പൊ ഈ വിരലെന്തായിരുന്നു? ഇതില് ഗ്രില്ല് ചിക്കനും മട്ടൻ ബിരിയാണിയും. ഹോ ഭാഗ്യം, കയ്യിലുള്ള പൈസ പോയനെ. അപ്പേ ഇതിലേതെങ്കിലും ഒരു വിരല് തൊട്ടേ. എന്തിനാണ്? ഇതിലും ബിരിയാണി ആയിരിക്കും അല്ലേ? അതൊന്നുമല്ല, തൊട്. ഇത് തൊടപ്പേ. അപ്പയുടെ ഭാഗ്യട്ടാ. ഭാഗ്യോ? എന്തി? അപ്പ ഈ വെല്ല് തൊട്ടിരുന്നെങ്കിൽ അപ്പനൾക്ക് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം വാങ്ങി തരേണ്ടി വന്നാനെ. അപ്പ ഈ വെല്ല് തൊട്ട് തന്നെ അപ്പനൾക്ക് വാനില ഐസ്ക്രീം വാങ്ങി തന്നാ മതി. പാടി പിള്ളേര് കൊള്ളാലോ. അതെ രണ്ടുപേരും വേമ്പാ. അതെ ഒരു വിളമ്പ് തൊട്ടെ, തൊട്. ഹൂ ഭാഗ്യം, ചിക്കൻ ബിരിയാണി ഞാൻ വാങ്ങി തരില്ല. അയ്യോ പേശോ, മറ്റേ വെള്ളം തൊട്ടാ മതിയായിരുന്നു അല്ലേടി? അത് തന്നെടി. ഇനി നീ ഒരു വിളമ്പ് തൊട്ടെ, തൊട്. ഹൂ ഭാഗ്യം, നിനക്ക് ഞാനൊന്നും വാങ്ങി തരില്ല. രക്ഷപ്പെട്ട്. അയ്യോടിയേ. അപ്പൊ രണ്ടുപേർക്കും ഒന്നും വാങ്ങി തന്നില്ല കേട്ടാ. രണ്ടുപേരും പോയിക്കോ ട്ടാ. എന്നെ പറ്റിക്കാൻ നോക്കണേ. നിനക്ക് മറ്റേ വെള്ളം തൊട്ടാ മതിയായിരുന്നുടി. ശരിയാ, പറഞ്ഞിട്ട് എന്താ കാര്യം? ഷോ നമുക്ക് ഭാഗ്യമില്ലാണ്ടായി പോയല്ലേ. ഈ അപ്പയ്ക്കെല്ലാം മാജിക് അറിയാവോ? പിള്ളേര് കൊള്ളാലോ. തേടി അമ്മിരിക്കണ്, TV കാണണ്. അപ്പേ ഒരു കൂട്ടം കടിച്ചരാം. എന്തിയെ? അങ്ങോട്ടൊക്കെ അപ്പൊ സീരിയൽ കണ്ടുണ്ട്. അപ്പക്ക് സീരിയൽ കില്ലട കണ്ടോ? അപ്പ TV ഓഫ് ചെയ്ത് അപ്പ കട സീരിയൽ കില്ലട. പേടിണ്ടല്ലേ? അതെ, ഇങ്ങനെ നോക്കിരുന്ന ഞാനെങ്ങനെ തിന്നണേ? ഷോ നോക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഷോ ഇങ്ങനെ നോക്കി കൊതി വിടല്ലേ പോയേ. ഞാനേ ഈസ്റ്ററിന്റെ നോമ്പെടുത്തിട്ടാ തിന്നണേ. നിങ്ങൾക്കൊക്കെ നോമ്പുണ്ടായാ? എന്തിട്ടാ കണ്ണടച്ച് കാണിക്കണേ? നോമ്പെടുത്തിട്ട് വാ, അപ്പഴാ ചിക്കൻ തരാട്ടാ. നിങ്ങളെല്ലാവരും കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിക്കോ, ഞാൻ ചിക്കൻ തിന്നോട്ടെ. ആ ചുള്ളനോട് പങ്ങിരുന്ന് കഴിക്കാടല്ലേ. നിനക്കെന്നെ മനസ്സിലായി ഞാൻ അവിടെ ഉണ്ടെന്ന്? അതുള്ളിൽ കാണാടായിപ്പോ മനസ്സിലായി. പുറത്ത് ഭംഗിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടാവത്. നിനക്കൊരു കാര്യം അറിയോ? ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ മാങ്ങ തീറ്റ. അതിരിക്കും. അതെ, അപ്പക്ക് മാങ്ങ ചെത്തി കഴിച്ചൂടെ? ചെത്തി തിന്നാ പിന്നെ ഇങ്ങനെ തിന്നണം ടേസ്റ്റ് അതിന് കിട്ടൂ. അതുകൊണ്ടായിരിക്കും മങ്കികളൊക്കെ അപ്പയുടെ പോയി ചപ്പി തിന്നണേ. എന്തോരം മാങ്ങട്ടിയാ. പണ്ട് ഇതേപോലെ വെക്കേഷൻ സമയത്ത് ഞങ്ങള് പിള്ളേരെ കൂടി അമ്മ വീട്ടി പോകും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും മാവിന്റെ അടിയിലൊക്കെ പോയി മാങ്ങയൊക്കെ പറക്കി ഇതേപോലെ ചപ്പിയൊരു തീറ്റേ. ഭാഗ്യവാൻ. ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു അന്യ ടേസ്റ്റാ. അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ തന്നെ. ആ ഒരു നൊസ്റ്റു മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട്. നൊസ്റ്റു എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ നൊസ്റ്റു ആണ്. പ്രകൃതി എന്ന് പറയുന്നത് ഒരു വരദാനം തന്നെയാണ്. നമ്മൾ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാലും ഈ ഒരു ടേസ്റ്റ് ഒന്നിനും കിട്ടില്ല. അപ്പേ ഒരു മാങ്ങ എനിക്കും തന്നെ. എടുത്തോ. പറഞ്ഞ പോലെ ഇങ്ങനെ തിന്നാനായിട്ട് ടേസ്റ്റ്. എടി അമ്മനോട് പറഞ്ഞാൽ നിനക്ക് ചെത്തി തരും. ഇത് വേറൊന്നിനല്ല, കൊറേ നാളായും എനിക്ക് എന്റെ കുട്ടികളോട് പറയാലാ. ഞാനപ്പി പണ്ട് മാങ്ങ ചപ്പി ചപ്പി തിന്നാടുന്നെന്ന്. അപ്പ ഇപ്പൊ പറഞ്ഞ പോലെ ടോസ്റ്റു. പിന്നെ മിക്കവാറും അപ്പയ്ക്ക് ധാരാളം കഴിക്കൂട്ടാ. കാരണം അപ്പ മാങ്ങ തിന്നാൻ നോക്കി ഞാൻ കൊറേ കൊതി കിട്ടു. സോറി അപ്പേ.